നമുക്ക് ഇടുക്കി ജില്ലയിലേക്ക് കൂടി പോകാം. അമൽനാഥ് പാടിച്ചാൽ ഇടുക്കിയിൽ നിന്നും ചേരുകയാണ്. അമൽ, ഇടുക്കി ജില്ലയിൽ എങ്ങനെയായിരുന്നു പൊതുവിൽ ഉണ്ടായിരുന്നത് ഈ പോളിംഗ് ദിവസം? ഇനി എവിടെയൊക്കെയാണ്, എവിടെയെങ്കിലുമൊക്കെ ക്യൂ ഇനിയും നീളുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ടോ? എങ്ങനെയാണ് ഇടുക്കിയുടെ പൊതുചിത്രം? ഇടുക്കി ജില്ലയിൽ മികച്ച പോളിംഗ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 1192 ബൂത്തുകളിലാണ് പോളിംഗ് നടന്നത്. നിലവിൽ 6 മണിയോടുകൂടി തന്നെ എല്ലാ ബൂത്തുകളിലും പോളിംഗ് അവസാനിച്ചിരുന്നു. ഒരു ബൂത്തിലും ക്യൂ പിന്നീട് 6 മണിക്ക് ശേഷവും തുടർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. രാവിലെയോടുകൂടി തന്നെ, അതായത് പോളിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ വലിയ തിരക്ക് പല കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്നു. രാവിലെ അത് റിപ്പോർട്ട് ചെയ്തതുമാണ്. ഏകദേശം 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചതിന് ശേഷം 2-3 മണിക്കൂർ ഈ ഒരു തിരക്ക് തുടരുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. പിന്നീട് ഉച്ചയോടുകൂടി ഈ തിരക്ക് കുറയുകയും പോളിംഗ് മന്ദഗതിയിലേക്ക് ആകുന്ന കാഴ്ചകളാണ് കാണാൻ വേണ്ടി സാധിച്ചത്. പിന്നീട് ഏകദേശം ഒരു 3 മണിയോടുകൂടി പല പോളിംഗ് സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ വീണ്ടും ഈ പോളിംഗിന് ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും പ്രതീക്ഷിച്ച ഒരു പോളിംഗ് ശതമാനത്തിൽ ഒരു വർധനവ് ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 2020 കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ജില്ലയിൽ 82% പോളിംഗ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഏകദേശം ഒരു 5 മണി വരെയുള്ള ഔദ്യോഗിക കണക്കാണ് ഉള്ളത്. അതിൽ 70.26% ജില്ലയിലെ പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. നഗരസഭകൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ തൊടുപുഴയിൽ 76.83% പോളിംഗ് നടന്നിട്ടുണ്ട്. കട്ടപ്പനയിൽ 69.05% പോളിംഗുമാണ് നടന്നിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തുകൾ എടുത്തു പരിശോധിക്കുമ്പോൾ ദേവികുളം 68%, നെടുങ്കണ്ടം 72%, ഇളംദേശം 74%, കട്ടപ്പന 69%, ഇടുക്കി 66%, തൊടുപുഴ 73%, അഴുത 65%, അടിമാലി 68% എന്നിങ്ങനെയാണ് പോളിംഗ് നടന്നിട്ടുള്ളത്. നിലവിൽ 70% മുകളിലേക്ക് ഇടുക്കി ജില്ലയിലെ പോളിംഗ് ഉയർന്നിട്ടുണ്ട്. പ്രതീക്ഷിച്ച ഒരു പോളിംഗിലേക്ക് എത്തിയിട്ടില്ല, അതായത് കഴിഞ്ഞ തവണത്തെ പോളിംഗിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. 6 മണി വരെയുള്ള കണക്ക് പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ 72 അല്ലെങ്കിൽ 73% പോളിംഗ് എത്തിയേക്കാം എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പോളിംഗ് ഒക്കെ പൂർത്തിയായതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BTM LP സ്കൂൾ കുമ്മങ്കലിലാണുള്ളത്. രാവിലെ 7 മണിയോടുകൂടി വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മറ്റ് പല പോളിംഗ് സ്റ്റേഷനിലും സമാനമായ രീതിയിൽ തന്നെ വലിയ തിരക്ക് ആദ്യ മണിക്കൂറുകളിൽ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് അത് പോളിംഗ് മന്ദഗതിയിലാകുന്ന ഒരു സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെയാണ് 70% പോളിംഗ് ഒതുങ്ങിയ ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ നമ്മൾ ആ വോട്ടർമാരുടെ കണക്ക് കൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ജില്ലയിൽ നിലവിൽ ഏകദേശം 6,40,000 പേർ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ആകെ 9 ലക്ഷത്തി മുകളിൽ വോട്ടർമാരാണുള്ളത്. അതിൽ 3,18,872 പേർ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കുന്നത്. സ്ത്രീകളുടെ കണക്കാണ്. പുരുഷന്മാരുടെ കണക്ക് പരിശോധിക്കുമ്പോൾ 3,19,435 പുരുഷന്മാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലാണ് 5 മണി വരെയുള്ള കണക്ക് പുറത്തു വന്നിട്ടുള്ളത്. ഇനിയും അമൽനാഥ് പാടിച്ചാലാണ് ഇടുക്കിയിലെ വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇടുക്കി ജില്ലയിൽ കുറവ് പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. 80% കടന്നിരുന്നു. ഇടുക്കിയിൽ നിലവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 70%ലേക്കാണ് എത്തിയിട്ടുള്ളത്. കണക്ക് അന്തിമമല്ല, അല്പം കൂടി ഉയരാൻ സാധ്യതയുണ്ട്. എങ്കിലും മുൻ തവണത്തെ അപേക്ഷിച്ച് കുറവ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്.